മെക് പി എസ് സി ഓൺലൈൻ സ്റ്റഡി സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മെക് പി എസ് സിയുടെ ഓവർസിയർ ക്രാഷ് കോഴ്സിലെ IC എൻജിൻ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. IC എൻജിനുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സുകളെല്ലാം ആ ഒരു വീഡിയോ സീരീസിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ആ ഒരു സീരീസുമായി റിലേറ്റ് ചെയ്യുന്ന PSC മുമ്പ് ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ദ ഫസ്റ്റ് വൺ, വിച്ച് അമോങ് ദ ഫോളോയിങ് ഫാക്ടർ വിച്ച് ഡസ് നോട്ട് എഫക്റ്റ് എൻജിൻ കംപ്രഷൻ റേഷ്യോ. എൻജിൻ കംപ്രഷൻ റേഷ്യോ ആയിട്ട് എഫക്റ്റ് ചെയ്യാത്ത ഫാക്ടർ ഏതാണെന്നാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കംപ്രഷൻ റേഷ്യോ എന്താണെന്ന് ഒന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ റേഷ്യോ ഓഫ് ടോട്ടൽ വോളിയം ടു ക്ലിയറൻസ് വോളിയം. അപ്പോൾ അവിടെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് ക്ലിയറൻസ് വോളിയവും പ്ലസ് സെപ്റ്റ് വോളിയം കൂടി ആഡ് ചെയ്യുന്നതായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു വോളിയവുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് നോക്കാം. അപ്പോൾ തിക്നെസ് ഓഫ് സിലിണ്ടർ ഹെഡ് ഗ്യാസ്കറ്റ്, അപ്പോൾ അത് കൂടുകയോ കുറയുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആ വോളിയത്തിൽ എഫക്റ്റ് ചെയ്യും. രണ്ടാമത് വരുന്നത് കാർബറേറ്റർ ഫ്ലഡിംഗ് ആണ്. അപ്പോൾ അത് എൻജിനുമായിട്ട് യാതൊരു ബന്ധവും വരുന്നില്ല, എൻജിൻ്റെ പുറത്താണ് കാർബറേറ്റർ വരുന്നത്. നമുക്ക് അതിൽ വോളിയം ചേഞ്ചസ് ഒന്നും വരുത്തുന്നില്ല. സി എന്ന് പറയുന്നത് ബാഫിൽസ് ഓൺ പിസ്റ്റൺ, അപ്പോൾ പിസ്റ്റൻ്റെ മുകളിലുള്ള ബാഫിൽസ് വോളിയത്തിൽ മാറ്റങ്ങൾ വരുത്താം. അപ്പോൾ അവിടെ ഈ ഒരു കംപ്രഷൻ റേഷ്യോനെ എഫക്റ്റ് ചെയ്യാം. ആൻഡ് ഡി വരുന്നത് പാർട്ടിക്കുലേറ്റ് ഡെപ്പോസിറ്റ്സ് ഇൻസൈഡ് സിലിണ്ടർ, അപ്പോൾ എന്തെങ്കിലും പാർട്ടിക്കുലേറ്റ് എൻജിൻ സിലിണ്ടറിൻ്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാലും അത് വോളിയത്തിനെ ബാധിക്കാം. അപ്പോൾ വോളിയത്തിനെ ബാധിക്കാത്തൊരു കാര്യം എന്ന് പറയുന്നത് കാർബറേറ്റർ ഫ്ലഡിംഗ് ആണ്. സോ ആൻസർ കാർബറേറ്റർ ഫ്ലഡിംഗ് ആണ് വരുന്നത്. ദ പ്രോസസ് കോമൺലി യൂസ്ഡ് ഫോർ ദ മാനുഫാക്ചറിങ് ഓഫ് സിലിണ്ടർ ലൈനർ. ഇപ്പോൾ സിലിണ്ടർ ലൈനർ നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു. ഇപ്പോൾ സിലിണ്ടറിൻ്റെയും പിസ്റ്റൻ്റെയും ഇടയിൽ പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ട്യൂബിനെയാണ് സിലിണ്ടർ ലൈനർ എന്ന് പറയുന്നത്. അപ്പോൾ അത് ഫോർജിങ് വഴി ക്രിയേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഫോർജിങ് വഴി ക്രിയേറ്റ് ചെയ്യുന്നത് ഉണ്ടായിരുന്നു, ഓർത്ത് വെക്കുക. ഏതായിരുന്നു വരുന്നത്? കണക്റ്റിംഗ് റോഡ് ഫോർജിങ് പ്രോസസ്സ് വഴിയാണ് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ അതൊരു ട്യൂബ് കോമ്പണൻ്റ് ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് സെൻട്രിഫ്യൂഗൽ കാസ്റ്റിംഗ് വഴിയാണ് സിലിണ്ടർ ലൈനർ മേക്ക് ചെയ്യുന്നത്. തേർഡ് വൺ, ദ മെറ്റീരിയൽ യൂസ്ഡ് ഫോർ പിസ്റ്റൺ റിങ്. അപ്പോൾ പിസ്റ്റൺ റിങ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കാസ്റ്റ് അയൺ വിത്ത് സിലിക്കൺ ആണ്. ദ നെക്സ്റ്റ് വൺ, ദ എയർ ഫ്യൂൽ റേഷ്യോ ഓഫ് ദ പെട്രോൾ എഞ്ചിൻ ഈസ് കൺട്രോൾഡ് ബൈ. അപ്പോൾ പെട്രോൾ എഞ്ചിനിലെ എയർ ഫ്യൂവൽ മിക്സ്ചർ ക്രിയേറ്റ് ചെയ്യാനും അതിൻ്റെ റേഷ്യോ കൺട്രോൾ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ് കാർബറേറ്റർ. ഇഞ്ചക്ടർ ഡീസൽ എഞ്ചിനിൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അത് ഡീസലിനെ എഞ്ചിൻ്റെ ഉള്ളിലേക്ക് ഇഞ്ചക്റ്റ് ചെയ്യാൻ, സ്പ്രേ ഫോമിൽ ഇഞ്ചക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫ്യൂവൽ പമ്പ് എന്ന് പറയുന്നത് ഫ്യൂവലിനെ സർക്കുലേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഗവർണർ എന്ന് പറയുന്നത് സ്പീഡ് കൺട്രോളിങ് ഡിവൈസാണ്. Which of the following devices used to control the speed variation of the engine caused by the fluctuation of engine turning moment? അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു പവർ സ്ട്രോക്കിൽ മാത്രമാണ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ബാക്കിയുള്ള സ്ട്രോക്കിലൊക്കെ മൂവ് ചെയ്യണമെങ്കിൽ പിസ്റ്റൻ്റെ എനർജി സ്റ്റോർ ചെയ്ത് വെക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ എനർജി സ്റ്റോർ ചെയ്ത് വെച്ച് സ്പീഡ് വേരിയേഷൻ കുറയ്ക്കുന്നൊരു ഡിവൈസാണ് ഫ്ലൈ വീൽ എന്ന് പറയുന്നത്. സ്പീഡ് കൺട്രോൾ ചെയ്യാൻ ഒരു പർട്ടിക്കുലർ ലിമിറ്റിൽ കൺട്രോൾ ചെയ്യുന്ന ഡിവൈസാണ് ഗവർണർ എന്ന് പറയുന്നത്. ദ നെക്സ്റ്റ് വൺ, ദ ലൗഡ് പൾസേറ്റിംഗ് നോയ്സ് ഹേർഡ് വിത്തിൻ ദ സിലിണ്ടർ ഓഫ് ആൻ IC എൻജിൻ ഈസ് നോൺ ആസ്. അപ്പോൾ അതിനെ വിളിക്കുക ഡിറ്റൊണേഷൻ എന്നാണ്. അപ്പോൾ എൻജിൻ്റെ ഉള്ളിലുണ്ടാകുന്ന സൗണ്ടിനെയാണ് ഡിറ്റൊണേഷൻ എന്ന് വിളിക്കുന്നത്. ഡിറ്റൊണേഷൻ അല്ലെങ്കിൽ നോക്കിംഗ് ഒക്കെ അതുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സംഭവങ്ങളാണ്. ദ നെക്സ്റ്റ് വൺ, ഗ്യാസ്കറ്റ്സ് ആർ യൂസ്ഡ് ടു. ഓപ്ഷൻ എ, പ്രിവെൻറ്റ് എനി ലീക്കേജ് ഓഫ് ഫ്ലൂയിഡ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഗ്യാസ്കറ്റ് ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യാനൊക്കെ സഹായിക്കും. പക്ഷേ കംപ്ലീറ്റ് ഓപ്ഷൻ നോക്കിയതിന് ശേഷം മാത്രം ആൻസർ ചെയ്യണം. ഓപ്ഷൻ ബി വരുന്നത് സീൽസ് ഔട്ട് പ്രഷർ. അപ്പോൾ പ്രഷർ ലീക്കാവാതെ നിൽക്കാനുള്ള ഒരു സീലായിട്ട് അത് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഗ്യാസ്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നത് ഏതൊക്കെയാണ്? പർട്ടിക്കുലർ ജോയിൻറ്റ്സ് വരുന്ന ഏരിയസിലാണ്. അപ്പോൾ അവിടെ നമുക്ക് അതിൻ്റെ തിക്നെസ്സൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ
ഒരു ഷിമ്മായിട്ടും അത് ആക്ട് ചെയ്യുന്നു. ടേക്സ് അപ്പ് സ്പേസ് ആസ് ഷിംസ്. അപ്പോൾ അതിൻ്റെ ഹൈറ്റ് വേരിയേഷനൊക്കെ വരുത്തണമെങ്കിലൊക്കെ കൂടുതൽ ഗ്യാസ്കറ്റൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ ആ തിക്നെസ്സൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഗ്യാസ്കറ്റ് ആ 3 പർപ്പസും ചെയ്യുന്നുണ്ട്. സോ എനി ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി, എനി ഓഫ് ദ എബോവ്. ദ നെക്സ്റ്റ് വൺ, ആസ് പിസ്റ്റൺ മൂവ്സ് ടുവേർഡ്സ് TDC ഇൻ കംപ്രഷൻ സ്ട്രോക്ക്. അപ്പോൾ കംപ്രഷൻ സ്ട്രോക്ക് നമുക്കറിയാം, പിസ്റ്റൺ അടിഭാഗത്ത് നിന്നും മുകളിലേക്ക് ട്രാവൽ ചെയ്യാണ് BDC ടു TDC. ആ സമയത്ത് എന്തൊക്കെ സംഭവിക്കുന്നു? ദ മിക്സ്ചർ ഗെറ്റ്സ് ഹോട്ടർ. അപ്പോൾ അവിടെ കംപ്രഷൻ പ്രഷർ ഇൻക്രീസ് ആവുന്നതോടുകൂടി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. അപ്പോൾ അവിടെ ഹോട്ടർ ആവാൻ സാധ്യതയുണ്ട്. ഈവൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മിക്സ്ചർ ഹാപ്പൻസ്. അവിടെ മിക്സ്ചർ കറക്റ്റായിട്ട് ഡിസ്ട്രിബ്യൂഷൻ ആവാനുള്ള സാധ്യതയുണ്ട്. പ്രഷറും കൂടുന്നുണ്ട്. അപ്പം ഓൾ ഓഫ് ദ എബോവ് ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി. The next one, the stroke in which both the valves are closed is. അപ്പോൾ ഏത് സ്ട്രോക്കിലാണ് ബോത്ത് വാൽവും ക്ലോസ് ആകുന്നത് എന്നുള്ളതാണ്. സക്ഷൻ സ്ട്രോക്കിൽ എയർ ഫ്യൂൽ മിക്സ്ചർ അല്ലെങ്കിൽ എയർ ഉള്ളിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അവിടെ ഇൻലെറ്റ് വാൽവ് ഓപ്പൺ ആയിരിക്കും. കംപ്രഷനിൽ രണ്ടും ക്ലോസ്ഡ് ആണ്, എക്സ്പാൻഷനിലും രണ്ടും ക്ലോസ്ഡ് ആണ്. അപ്പോൾ അവിടെ ബോത്ത് ബി ആൻഡ് സി ആണ് ആൻസർ വരുന്നത്. ഇനി ലാസ്റ്റ് എക്സോസ്റ്റ് സ്ട്രോക്കാണ്. ആ സ്ട്രോക്ക് വരുമ്പോൾ എക്സോസ്റ്റ് വാൽവ് അല്ലെങ്കിൽ ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പൺ ആവും. ദ നെക്സ്റ്റ് വൺ, ടു ഫർദർ സ്മൂത്തൻ ഔട്ട് ദ ഫ്ലോ ഓഫ് പവർ എൻജിൻ ഹാവ്. ഓപ്ഷൻ എ, കൗണ്ടർ വെയ്റ്റ്സ്. ഓപ്ഷൻ ബി, ഫ്ലൈ വീൽ. ഓപ്ഷൻ സി, ക്രാങ്ക് പിൻസ്. ഓപ്ഷൻ ഡി, ക്രാങ്ക് വെബ്സ്. പവർ എൻജിൻസിൻ്റെ ഫ്ലോ സ്മൂത്തനാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫ്ലൈ വീല്, ഹെവി മാസുള്ള വീല് യൂസ് ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അത് ഫ്ലൈ വീലാണ്. അപ്പോൾ ഫ്ലൈ വീലാണ് അതിൻ്റെ എനർജിയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഫ്ലോ സ്മൂത്തനാക്കാൻ നമ്മളെ സഹായിക്കുന്നത്. സോ IC എൻജിൻസുമായി റിലേറ്റ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് ഇനിയും കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. So keep watching. Thank you.